വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. ഇവനൊക്കെ ഇത് എവിടെയാണ് പാഞ്ഞുക്കി പോണത്? ഓ, ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ഒരു കാര്യമേ. എന്താടാ ഇത്? നീ ഒറ്റക്ക് ഇത് ആരോടാ സംസാരിക്കണത്? ഓ, എനിക്ക് വട്ടൊന്നും അല്ല. ആ പോയ 2 വെളിപ്പിഴ കണ്ടപ്പോ ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം പറഞ്ഞതാണ്. അത് വലിയ കാര്യമൊന്നുമല്ല. പ്രായമായ ആളുകളെ ചെറുപ്രായക്കാരെ കുറിച്ച് കാലാകാലങ്ങളായിട്ട് പറയുന്ന കാര്യമാണിത്. ഇപ്പോഴത്തെ ഈ ചെറുപ്പക്കാരെന്താ ഇങ്ങനെയെന്ന്? അവരുടെ സ്പീഡിലും പ്രായമായവര് അവരുടെ സ്പീഡിലും പോവുകയും ഇതുപോലെ പറയുകയൊക്കെ ചെയ്യും. നേരിട്ട് അവരെ പിടിച്ചു നിർത്തി സംസാരിച്ചു കഴിഞ്ഞാൽ അവര് സ്പീഡ് കുറക്കോ? നിന്നെ പോലുള്ളവര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത് നിർത്തുവോ? ഇല്ല. അതും ഒരു കണക്കിന് ശരിയാ. ഇവിടെയാണ് ഒരു കാര്യം പറയുന്നത്. അറിയാത്ത പുള്ള ചൊറിയുമ്പോ അറിയുന്നു. അല്ല, ആ പോയത് ആരാണെന്ന് അറിയാതെയല്ല നീ സംസാരിക്കണത്. ആരാ അത്? എനിക്ക് തോന്നി നിനക്ക് അവനെ മനസ്സിലായില്ലെന്ന്. എടാ, അതാ ജോണിയേട്ടന്റെ മോനാണ്. സത്യം പറയാലോ, എനിക്ക് മനസ്സിലായില്ല. അത് ജെറിമോനാണെന്ന്. ആ ചെക്കനെ പറ്റി പറഞ്ഞ ജോണി സാറിന് 100 നാവാ. അല്ലടാ, ആ പയ്യന് ലൈസൻസ് ഉണ്ടാ? അത് പിന്നെ ഇല്ലാതിരിക്കുവോ? അല്ലാതെ ഇത്ര പബ്ലിക്കായിട്ടൊക്കെ ഒരാളെ പുറകെ ഇരുത്തി വണ്ടി ഓടിച്ചു പോകാൻ പറ്റുമോ? അല്ല, ലൈസൻസ് എടുക്കണമെങ്കിൽ 18 വയസ്സാണോ അതോ 22 വയസ്സാണോ? ബെസ്റ്റ്. നീ അപ്പൊ വണ്ടി ഓടിക്കുന്ന ലൈസൻസ് ഇല്ലാതെയാണ്? നീ എന്ത് ചോദ്യോടെ ചോദിക്കണത്? എനിക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ പിന്നെ നിനക്കറിയില്ലേ ലൈസൻസ് എത്ര വയസ്സിലാണ് എടുക്കണേന്ന്? അതിന് ഞാൻ ലൈസൻസ് എടുത്തത് 26 വയസ്സ് കഴിഞ്ഞിട്ടല്ലേ. പിന്നെ 18 ആണോ 21 വയസ്സാണോ എന്നൊക്കെ ഞാൻ അന്വേഷിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടാ? ഇപ്പൊ തന്നെ കാണിച്ചു തരാം എൻ്റെ ലൈസൻസ്. കണ്ട, നോക്ക്. AD ആന്റണി, അറക്കൽ ഹൗസ്, മരട് PO. ഇതാ നോക്ക്. സംഗതി ഇത് വേറെ വഴിക്കാണല്ലോ പോണത്. എൻ്റെ പൊന്നോ, ആ പയ്യൻ വണ്ടി ഓടിച്ച് അവൻ്റെ പാട്ടിന് പോയി. ആ വിഷയം പറഞ്ഞ് നമ്മളെന്തിനാ തർക്കിക്കാൻ തെളിവ് കാണിക്കുകയൊക്കെ ചെയ്യണത്? ഒരു കണക്കിന് അത് ശരിയാ. പിന്നല്ലാതെ എൻ്റെ മോൾക്ക് ഇൻസ്റ്റാൾമെന്റിൽ ഒരു മൊബൈൽ വാങ്ങിച്ചു കൊടുക്കാൻ നിനക്ക് പരിചയമുള്ളൊരു കടയിൽ പോകാൻ നിന്നെ വിളിച്ചു വരുത്തിയിട്ട്. എങ്കിൽ പിന്നെ ഇപ്പൊ പോകാല്ല. അവനവൻ്റെ കാര്യത്തിന് ഒരു വഴിയില്ലെങ്കിലും മറ്റുള്ളവൻ്റെ കാര്യത്തിൽ ഇടപെടാനും കുറ്റം പറയാനും ഒക്കെ മിക്കവർക്കും വലിയ താല്പര്യമായിരിക്കും. അതെ, എൻ്റെ നിൻ്റെ ഒന്നും കുറ്റമല്ല. അതും ശരിയാണ്. അത് ശരിയല്ലെന്നല്ല, അത് തെറ്റാണ്. ആവുന്നതും മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടാതിരിക്കുക. നീ കേട്ടിട്ടില്ലേ, എൻ്റെ പിഴ എൻ്റെ വലിയ പിഴയെന്ന്? അങ്ങനെ ചിന്തിക്കും. അല്ല, നീ നിന്റെ പിഴക്ക് വാ, നിന്റെ കാര്യത്തിന് പോവാ. വാ. ഇവന്റെ ഒരു കാര്യം. അല്ല, ആദ്യം കുറച്ച് പേയ്മെന്റ് അവിടെ കൊടുക്കണ്ടേ? പിന്നെ കൊടുക്കണ്ടേ? അല്ല, അതെടുത്തിട്ടില്ലേ? അത് ജോണേട്ടന് വാങ്ങണം. ഞാൻ വിളിച്ചു കൊണ്ടുണ്ട്. നമുക്ക് അവിടെ ചെന്നിട്ട് പോവാം. നിന്റെ വണ്ടി അവിടെ വെക്ക്, നമുക്ക് എൻ്റെ വണ്ടിക്ക് പോവാം. അവിടെ വണ്ടി ഒതുക്കി വെച്ചാൽ മതി, നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരില്ലേ? ചേടാ, ചില സമയത്ത് നിന്റെ വർത്താനം കേൾക്കുമ്പോ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവും കേട്ടാ. സോപ്പ് പതപ്പിക്കാൻ നീ ആളും മിടുക്കനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നീ അധികം പതപ്പിക്കണ്ട. നീ വണ്ടി എടുക്ക. എടാ, നീ എവിടെ പോണ്ട? എടാ, ഈ ഹെൽമെറ്റ് എടുക്കണ്ടേ? എന്നപ്പോ എടുക്ക, ഞാൻ വരാം. കേറ്. പോട്ടെ, പോ.
സാറേ, ജോൺ സാറേ. ആ, നീ എത്തിയോ? ആ, ദേ, ഒരു മിനിറ്റ്, ദേ പോരാ. ആ. ആ, ആ. നീ എന്താ അവിടെ പോയി നിന്നത്? ഇങ്ങോട്ട് വാടാ. നീ എന്താ പുറത്തിറങ്ങുന്നത്? അകത്ത് കയറിയിരിക്കായിരുന്നു. അത് സാരമില്ല. ഇതാ 5000 അല്ലേ ചോദിച്ചത്? ആ, അത് എണ്ണി നോക്കടാ. കാശ് ആര് തന്നാലും എണ്ണി നോക്കണം. ആ, ഓക്കെയാണ് സാറേ. ഇനിയിപ്പോ നീ എണ്ണി നോക്കുമ്പോഴേ ആ, കൂടുതലാണെങ്കിൽ എനിക്ക് തിരിച്ചു മേടിക്കാലോ. ഞാനിപ്പോ മോനെ കണ്ടിരുന്നു വണ്ടിക്ക് പോണതേ. എന്റെ മോൻ ചെറിയോ? അതെ, പുതിയ വണ്ടിയൊക്കെ ചേട്ടൻ മേടിച്ചു കൊടുത്തില്ലേ? കൊള്ളാം, നല്ല വണ്ടിയാണ് ട്ടാ. അല്ല, വണ്ടിക്ക് ലുക്ക് വരണമെങ്കിൽ അതിലിരിക്കണ ആളുടെ ഗ്ലാമർ പോലെ ഇരിക്കും. ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. 1 പത്രോസ് 3-ാം അധ്യായം 10-ാം വാക്യം. ഒന്നല്ലടാ ഉള്ളൂ, അവൻ എന്തു പറഞ്ഞാലും ഞാനത് സാധിച്ചു കൊടുക്കും. ദേ, എൻ്റെ മോനായതുകൊണ്ട് പറയാ, ഇത്രയ്ക്ക് ഡീസൻ്റ് ആയിട്ടുള്ള ആ പ്രായത്തിലുള്ളൊരു പയ്യൻ ഈ ഏരിയയിലുണ്ടോ? കാണിച്ചു തരാമോ? അല്ല, ഉണ്ടെങ്കിൽ നീ പറയും. എവിടെന്ന്? അത് പിന്നെ സാറ് പ്രത്യേകം പറയണോ? സ്വന്തമായിട്ട് അധ്വാനിക്കാനുള്ള അവൻ്റെ ആ ഒരു മനസ്സ്, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എടാ, നിനക്കറിയാമോ, സ്കൂളില്ലാത്ത സമയത്തെ അവൻ കാറ്ററിംഗ് സർവീസിന് വരെ പോവും. അതേ, അത് സ്വന്തമായിട്ട് അധ്വാനിക്കാനുള്ള മനസ്സല്ല ചേട്ടാ, എളിമയാ, എളിമ. അല്ല, അവൻ പിന്നെ ആരുടെ മോനാ? ചേട്ടന്റെ അല്ലേ മോൻ? ചേട്ടന്റെ ഇത്ര എളിമയുള്ള ആ വലിയ മനസ്സിന്റെ ആ വലിയ എളിമ മോനില്ലാതിരിക്കോ? അല്ല, നീ ഇപ്പൊ എവിടെ പോണു? ഞാനതേ, മോക്കൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കണം. അതിനാണോ ഈ കാശ്? 5000 രൂപയ്ക്കൊക്കെ എന്ത് ഫോൺ കിട്ടാനാടാ? അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടാ? കാശിന് കാശ് തന്നെ വേണ്ടേ? ഇതിപ്പോ ബാക്കി ഇൻസ്റ്റാൾമെന്റ് കൊടുത്തു തീർക്കും. എന്താടാ, ബാക്കി കാശൂടെ വേണോ? ഒന്ന് പോ സാറേ, ഇത് തന്നെ ഞാൻ തിരിച്ചിടാൻ പോണത് എന്നാണെന്ന് എനിക്കറിയാൻ പാടില്ല. ആൻഡോ, ആ, ദാ വരുന്നു. ഞാനും ഈ ജോണിയും കൂടിയാണ് മൊബൈൽ വാങ്ങിക്കാൻ പോണത്. ഓ, എന്തൊക്കെയുണ്ട് ജോണി? സുഖം തന്നെയല്ലേ? ആ സുഖോണി ചേട്ടാ. അല്ല, ഞാൻ മോനെ കണ്ട കാര്യം പറഞ്ഞായിരുന്നേ. അവന്റെ കാര്യം പറഞ്ഞങ്ങനെ നിന്നതാ. അല്ല, ജോണി പുറത്ത് വെയിറ്റ് ചെയ്യണ കാര്യം ഇവൻ പറഞ്ഞില്ല. ഒരു മിനിറ്റ്. ഹലോ, അതെ, പറയൂ മാഷേ. അങ്ങോട്ട് വരണോ? ഇല്ലില്ല, ഞാൻ വരാം. അല്ല, മാഷിന്റെ പേര്? ഓ, ആയിക്കോട്ടെ. ശരി. ജെറിമോന്റെ മാഷണേ, അതിനെ നേരിൽ കാണണമെന്ന്. എന്തെങ്കിലും നല്ല കാര്യം മോൻ ചെയ്തിട്ടുണ്ടാവും. എല്ലാവർക്കും മോനെ പറ്റി നല്ലതേ പറയാനുള്ളൂ. ആത്മപ്രശംസ ചെയ്യരുത്. മറ്റുള്ളവർ നിന്നെ പ്രശംസിക്കട്ടെ. അന്യന്റെ നാവാണ്, നിന്റേതല്ല അത് ചെയ്യേണ്ടത്. സുഭാഷിതങ്ങൾ 27-ാം അധ്യായം 2-ാം വാക്യം. അതതെ, അല്ലേത്തനത് സത്യമല്ലേ?
എന്നാലും ഒരു ശ്രദ്ധ വേണം ചേട്ടാ. പ്രായം അതല്ലേ. മോന്റെ വണ്ടി നല്ല കിടിലം വണ്ടിയാണ് ട്ടാ. വണ്ടിയൊക്കെ കൊള്ളാം ചേട്ടാ, പക്ഷേ കുറച്ച് സ്പീഡ് കുറച്ച് ഓടിക്കാൻ പറയണം മകനോട്. എങ്കിൽ പിന്നെ നമുക്ക് പോവാടാ. ശരി, പോട്ടെ ചേട്ടാ. അപ്പൊ ആൻഡോ ഓ അധികം താമസിക്കണ്ട. ഇല്ല സാറേ. ആ ഛേ, നശിപ്പിച്ച് എന്താണ് ഇത്? ഒരുമാതിരി ലെവലാക്കിക്കൊണ്ട് വന്നാണ് ഞാൻ. ഛോ, എന്താടാ കാര്യം? എടാ അയാളുടെ മോനെ പറ്റി കുറ്റം പറഞ്ഞാൽ അയാൾക്ക് ഇഷ്ടപ്പെടൂല. മനസ്സിലായില്ലേ? ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണ്ടേ? ഓ ഉള്ള കാര്യം നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. നീ ഇതിന്റെ കാര്യം നോക്കടാൻഡോ. വെറുതെ നശിപ്പിച്ചു കളഞ്ഞില്ല. നീ വണ്ടി ഇട്. കേട്ടടാ. എന്താ മാഷെ, എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യമാണോ? അത് ചേട്ടൻ വാ, ഞാൻ പറയാം. ചേട്ടാ, ഞാൻ ജെറിയെക്കുറിച്ച് സംസാരിക്കാനാണ് ചേട്ടൻ സ്കൂളിൽ വരെ വരാവോ എന്ന് ചോദിച്ച് വിളിച്ചത്. ചേട്ടാ, ചേട്ടൻ ചോദിച്ച പോലെ തന്നെ ജെറിയെപ്പറ്റി സീരിയസ് ആയിട്ടുള്ള വിഷയം സംസാരിക്കാനാണ്. എന്താ സാറേ? ചേട്ടാ, ഈ ഇടയായിട്ടെ ജെറിയുടെ പോക്കത്ര ശരിയല്ല. സ്പീഡ് കുറച്ച് വണ്ടി ഓടിക്കണമെന്ന് ഞാനും ഭാര്യയും എപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയും. ഏയ്, അവൻ വണ്ടി ഓടിക്കുന്ന സ്പീഡിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ആ പുതിയ വണ്ടി വാങ്ങിക്കൊടുത്തത് തന്നെ തെറ്റ്. ഒരു +2 ഒക്കെ കഴിഞ്ഞ് എന്തിന് ഒരു ഡിഗ്രി ഫൈനൽ ഇയർ ഒക്കെ ആകുമ്പോൾ പിന്നെയും കുഴപ്പമില്ല. മാഷെ, അവന് 18 വയസ്സ് കഴിഞ്ഞതാ. അല്ല, അതവിടെ നിൽക്കട്ടെ. പഠിത്തത്തിൽ ഇപ്പം പഴയതുപോലെയല്ല ജെറി. ഉഴപ്പാ. മുമ്പ് നല്ലതുപോലെ പഠിച്ചിരുന്ന കുട്ടിയാണ്. പോരാത്തതിന് സ്കൂൾ കഴിഞ്ഞ് കുറച്ച് സ്റ്റുഡൻസിനെ ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. ജെറിക്ക് സ്കൂൾ ഫ്രണ്ട്സ് അല്ലാത്ത ചില ആളുകളുമായിട്ട് കൂട്ടുണ്ട്. എനിക്കതത്ര ശരിയായിട്ട് തോന്നുന്നില്ല. ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഞാനിത് ഹെഡ്മാസ്റ്ററോട് പറഞ്ഞിട്ടില്ല. ഇപ്പം തന്നെ ചേട്ടൻ വന്നപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ് നിർത്തി വെച്ചിട്ടാ ഞാനിപ്പോൾ ചേട്ടനോട് സംസാരിക്കണം. അത് അവൻ്റെ ക്ലാസ് ടീച്ചറാണെന്നുള്ള പ്രത്യേക താല്പര്യം എന്ന് വെച്ചോ. പഴയ കാലമൊന്നും അല്ല ചേട്ടാ. ശ്രദ്ധയൊന്നും മാറിയാൽ പിള്ളേർ ഏത് രീതിയിൽ ചിന്തിക്കും പ്രവർത്തിക്കും എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. സ്വർണവും വെള്ളിയും പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നു. സദുപദേശം ഇവയേക്കാൾ ശ്രേഷ്ഠമാണ്. പ്രഭാഷകൻ 40-ാം അധ്യായം 25-ാം വാക്യം. മാഷ് എൻ്റെ മോൻ ജെറിയെപ്പറ്റി തന്നെയാണോ ഈ പറയുന്നത്? അതെ, +2 എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ജെറി ജോണിനെ പറ്റി. അല്ല, മാഷക്ക് ഇപ്പോൾ ക്ലാസ് ഉള്ളതല്ലേ? ഓ, അത് സാരില്ല, അത് ഞാൻ മാനേജ് ചെയ്തോളാം. വേണ്ട സാറേ, ക്ലാസ് കട്ട് ചെയ്ത് ഒരു ഡിസ്കഷൻ വേണ്ട. ഞാൻ കണ്ടോളാം സാറിനെ. ഇപ്പോഴല്ല, പിന്നെ. വരട്ടെ സാറേ. ആ, ചേട്ടാ, അവനെ ഉപദ്രവിക്കുകയോ വഴക്ക് പറയുകയൊന്നും വേണ്ട. ചേട്ടനത് വേണ്ട വിധം പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ഓ, അങ്ങനെ ആയിക്കോട്ടെ. എങ്കിൽ ഞാൻ വരട്ടെ മാഷേ.
ആ ആ ചേട്ടാ. ആ മാഷൊന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എന്താ ചേട്ടാ? എനിക്ക് മാഷിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അല്ല ചേട്ടൻ സംസാരിച്ചോ? ഏയ് അതല്ല, വണ്ടി ഒതുക്കിയ സൈഡിലേക്ക് വെക്കി, എന്നിട്ട് സംസാരിക്കാം. ഞാൻ സ്കൂളിൻ്റെ മുമ്പിൽ വെച്ച് എന്താ മാഷ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ വാ പറയാൻ ചേട്ടാ എന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തി സംസാരിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ ഞാൻ സാറിനൊപ്പം വന്നില്ലേ? അതുപോലെ സാറ് വണ്ടി അങ്ങ് ഒതുക്കി വെച്ചിട്ടേ നമുക്ക് അങ്ങോട്ട് നീങ്ങി നിന്ന് സംസാരിക്കാം. ബുദ്ധിമുട്ട് വല്ലതും? ഏയ് എന്ത് ബുദ്ധിമുട്ട്? എങ്കിൽ വാ വണ്ടി എടുക്ക്. എന്താ ചേട്ടാ? ആ മാഷേ, എൻ്റെ മകനെ പറ്റി മാഷ് കുറേ സീരിയസ് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അതിന് അവിടെ വെച്ച് മറുപടി പറയാതിരുന്നതേ ക്ലാസ് ടൈമും സ്കൂൾ പരിസരം ആയതുകൊണ്ടാണ്. ചേട്ടൻ എന്തെങ്ങനെയൊക്കെ പറയണത്? ജെറിയോട് ചെന്നിട്ട് ചേട്ടൻ ചോദിച്ചോ? എന്ത് ചോദിക്കാൻ? എൻ്റെ മകനെ പറ്റി എനിക്കറിയാം. പിന്നെ മേലാൽ എൻ്റെ മകൻ്റെ പിന്നാലെ CID പണിയായിട്ട് ചെന്ന എൻ്റെ ശരിക്കുള്ള സ്വഭാവം മാഷക്ക് അറിയില്ല. പിന്നെ അവൻ ആരോട് കൂട്ടുകൂടണം കൂട്ടുകൂടണ്ട എന്നൊക്കെ തീരുമാനിക്കാനുള്ള അറിവും പക്വതയൊക്കെ അവനുണ്ട്. അതിനി താൻ അവൻ്റെ അപ്പനാവണ്ട. എനിക്കില്ലാത്ത ടെൻഷൻ തനിക്കെന്തിനാ? പിന്നെ ഇതിൻ്റെ പേരും പറഞ്ഞ് താൻ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടാക്കി എൻ്റെ മോനെ ബുദ്ധിമുട്ടിച്ച ഞാൻ വെറുതെ ഇരിക്കില്ല. എൻ്റെ മകൻ ക്ലിയറാ, ഡീസൻ്റാ. ഞാൻ നോക്കിയിട്ട് താന കുഴപ്പക്കാരൻ. എന്നെ വിളിച്ച് സ്കൂളിൽ വരുത്തിയിട്ടേ എടുത്തുകൊണ്ടിരുന്ന ക്ലാസ് സ്റ്റോപ്പ് ചെയ്തിട്ട് എന്നെ വിളിച്ച് സ്കൂളിൻ്റെ പുറത്ത് കൊണ്ടുപോയി എൻ്റെ മകൻ്റെ കുറ്റം അതും എന്നോട് പറയുക. അതല്ലേ കുറ്റം, അതല്ലേ തെറ്റ്. തുളച്ചു കയറുന്ന വാളുപോലെ വീണ്ടും വിചാരമില്ലാതെ വാക്കുകൾ പ്രയോഗിക്കുന്നവരുമുണ്ട്. സുഭാഷിതങ്ങൾ 12-ാം അധ്യായം 18-ാം വാക്യം. ചേട്ടൻ ഇത് എന്തൊക്കെയാ പറയണത്? ചേട്ടാ ഞാനെന്താ മിണ്ടരുത്. ഉദ്ദേശിച്ചെന്ന്? മേലാൽ എൻ്റെ കൺവെട്ടത്ത് കാണരുത്. പോയിക്കോ. ഇന്നാ കാശ് പിടിച്ച്. ജോണി. ഏ ആ എടാ, ആ. നിന്നെ ഇപ്പൊ കാണുമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചേ ഉള്ളൂ. ആ. അപ്പതേ നീ എൻ്റെ മുന്നിൽ. എന്താണ് പ്രത്യേകിച്ച്? എനിക്ക് നിന്നോടും നിനക്ക് എന്നോടും പറയാനുള്ള ഒരു സംസാര വിഷയമാണ് ഞാനിപ്പോൾ നിന്നോട് പറയാൻ പോണത്. നിന്റെ കാഴ്ചപ്പാട് 100-ൽ 100% ശരിയാണ്. നിന്നെ സമ്മതിക്കണം. ദേ കാശ് വല്ലതും കടം ചോദിക്കാനുള്ള പരിപാടിയാണെങ്കിൽ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ കയ്യിൽ 10 പൈസയില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ലെങ്കിലും കാര്യം കാണാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ പൊക്കി പറയുന്ന കാര്യത്തിലേ നീ ആളും എടുക്കണമെന്ന് എനിക്കറിയാം. ഏയ് അതങ്ങനെയൊന്നും അല്ലടാ. പിന്നെ നിന്നെ ശരിക്കും ഞാൻ മനസ്സറിഞ്ഞ് അംഗീകരിക്കുകയാണ്. ആ ജോണിയേട്ടൻ്റെ മകൻ വണ്ടി ഓടിക്കുന്നതിൽ മാത്രമല്ല എല്ലാത്തിലും അവൻ ഇത്തിരി സ്പീഡ് കൂടുതലാ. അവനിപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്. ഞാൻ അറിഞ്ഞു, ജോണിയേട്ടൻ്റെ മകൻ ഓടിച്ചിരുന്ന ബൈക്കിന് പുറകിലിരുന്ന പയ്യൻ്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ച കാര്യമല്ലേ? അതെ. എടാ, ഈ വിഷയം എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യം. ആ നിന്നെ പോലെയുള്ള ആളുകളാണ് മക്കൾ എന്ത് തലതിരിവ് കാണിച്ചാലും അവരെ വഴക്ക് പറയാതെ ലാളിച്ചും കൊഞ്ചിച്ചും വഷളാക്കുന്ന ഈ ജോണിയേട്ടനെ പോലുള്ള അപ്പന്മാരെ പുകഴ്ത്തി പറഞ്ഞ് വഷളാക്കുന്നത്. ഓ ആ ഒന്ന് ക്ഷമിക്കടാ.
ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ തന്നിഷ്ടക്കാരനാകും. പുത്രനെ അമിതമായി ലാളിച്ചാൽ അവൻ നിന്നെ ഭയപ്പെടുത്തും. പ്രഭാഷകൻ 30-ാം അധ്യായം 9-ാം വാക്യം. ചേട്ടൻ ക്ഷമ പറഞ്ഞപ്പോൾ ചേട്ടൻ്റെ വഴക്ക് തീർന്നു. എനിക്ക് അപ്പോഴും ഇപ്പോഴും ചേട്ടനോടൊരു വഴക്കുമില്ല. മറിച്ച് ആ പയ്യനെ അമിതമായി സ്നേഹിക്കുന്ന വഴി അവനെ നശിപ്പിക്കുകയാണെന്നുള്ള വിഷമം മാത്രമേ എന്നെ ചേട്ടൻ വഴക്ക് പറഞ്ഞപ്പോൾ മുതൽ എനിക്കുള്ളൂ. പൊറുക്കണം മാഷെ എൻ്റെ വിവരക്കേട്. 10-15 വർഷം കാത്തിരുന്ന് കിട്ടിയ ഒറ്റ മകനായതുകൊണ്ട് ഞാൻ അവനെ അമിതമായി ലാളിക്കുകയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു പോയി. സ്നേഹവും ലാളനയും വിശ്വാസവും കൊണ്ട് അന്ധത ബാധിച്ച എൻ്റെ കണ്ണു തുറപ്പിക്കാൻ വന്ന മാഷിനെ ഞാൻ വഴിയിൽ പിടിച്ചു നിർത്തി വഴക്ക് പറഞ്ഞു. എന്നിട്ടും ഈ കേസിൽ നിന്നും അവനെ രക്ഷിക്കാനും അവൻ നിരപരാധിയാണെന്ന് തെളിയിക്കാനുമെല്ലാം എൻ്റെ കൂടെ നിന്ന മാഷിനെ ഞാൻ മരണം വരെ മറക്കില്ല മാഷെ, മറക്കില്ല. ചേട്ടാ, കുട്ടികൾ എതിർത്താലും പാരൻസ് എതിർക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്താലും എന്നെപ്പോലൊരു അധ്യാപകൻ ആ സമയം വിഷമിക്കുമെങ്കിലും ഇതേ കുട്ടികൾ തെറ്റിൻ്റെ പാത വിട്ട് ശരിയുടെ വഴിയിൽ വരുമ്പോൾ ഞങ്ങളെല്ലാം മറക്കും, അഭിമാനിക്കും, ആഹ്ലാദിക്കും. എനിക്ക് ചേട്ടനോട് ഒരു പ്രയാസമില്ല മാഷെ. മഞ്ഞ് കഠിനമായ ചൂട് കുറയ്ക്കുന്നില്ലേ? നല്ല വാക്ക് ദാനത്തേക്കാൾ വിശിഷ്ടമാണ്. പ്രഭാഷകൻ 18-ാം അധ്യായം 16-ാം വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.